ഹായ്, ഇന്നൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പും പൊട്ടിക്കയും ചേർത്തിട്ട് ചോറിന് കൂട്ടാനായിട്ട് നല്ല സ്വാദുള്ള കറിയാണ്. എല്ലാതും കുക്കറിൽ തന്നെ വേഗം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് 1/2 കപ്പ് തൂരപ്പരിപ്പാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ കഴുകിയ ശേഷം 10 മിനിറ്റ് കുതിർത്ത് വെച്ച പരിപ്പാണ് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണിൽ വെളുത്തുള്ളി നുറുക്കിയത് ചേർക്കാം. അടുത്തതായിട്ട് 3 പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇത് മീഡിയം എരിവായിട്ടുള്ള 3 ചെറിയ പച്ചമുളകാണ്. സവാള കുറച്ച് ചേർത്താൽ മതി. ഒരെണ്ണത്തിന്റെ 1/4 ഭാഗം എന്ന അളവിൽ അരിഞ്ഞു ചേർത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് 2 വിസിലിൽ വേവിച്ചെടുക്കണം. പരിപ്പ് നല്ലപോലെ വേവണം, പക്ഷെ വെന്ത് ഉടഞ്ഞു പോരുത്. ആ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇപ്പോൾ പ്രഷർ മാറിയിട്ട് തുറന്നതാണ്. പരിപ്പൊക്കെ ഇതുപോലെ വെന്തിട്ടുണ്ട്. കറിയിലേക്ക് ഇതുപോലെ വലിയൊരു പൊട്ടിക്കയും തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. പൊട്ടിക്കയുടെ തൊലി അധികം കളയണമെന്നില്ല, മുകളിൽ കുറച്ച് ചുരണ്ടി കളഞ്ഞാൽ മതി. എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള പൊട്ടിക്ക പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി മുളക് പൊടി ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളക് വെന്തിട്ടുള്ള എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. 2 ടീസ്പൂൺ അളവിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കറിയിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ജസ്റ്റ് 1 വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് പൊട്ടിക്കയും തക്കാളിയും പരിപ്പും എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ടാവും. 1/2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. കറിയിലേക്ക് ഈ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് നല്ലപോലെ തിളക്കട്ടെ. തേങ്ങയൊക്കെ വെന്ത് ആ പച്ച ടേസ്റ്റൊക്കെ മാറണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഈ കറിയിലേക്ക് താളിക്കുന്നത് ഒഴിവാക്കരുത്. വെളിച്ചെണ്ണ തന്നെ വേണം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം 3 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ 2 ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച ശേഷം ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് മൂടി വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ചോറിന് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള പരിപ്പ് പൊട്ടിക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.